നമസ്കാരം. ജനങ്ങളാണ് ദൈവമെന്ന് ഉറക്കെ പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തുന്ന ഒരു മനുഷ്യനെ കാണണമെങ്കിൽ, ഒരു ഭരണാധികാരിയെ കാണണമെങ്കിൽ ഇന്ത്യയുടെ മണ്ണിലേക്ക് നോക്കണം. പാകിസ്ഥാൻ തോക്കുകളുമായി കടന്നുകയറി ഇന്ത്യയുടെ ജീവന് വില പറഞ്ഞപ്പോഴും സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫിന്റെ പേരിൽ വിറപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോഴും അണുവിട കുലുങ്ങാതെ ഇന്ത്യക്കാരുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കാൻ എനിക്കറിയാമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ, പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് മുന്നിൽ വാക്കുകൊണ്ട് വാദിക്കാതെ പ്രവൃത്തിയും കണക്കും നിരത്തി ഉത്തരം പറഞ്ഞ, ജനാധിപത്യ ഭരണത്തിന്റെ നേരും നെറിയും അറിയുന്ന ഭരണാധികാരിയെ കാണണമെങ്കിൽ ഇന്ത്യയുടെ മണ്ണിലേക്ക് നോക്കണം. അതെ, ലോകം മുഴുവൻ മോദിയെ പോലെ ഒരു ഭരണാധികാരിയെ കൊതിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ മോദിയിലും BJP ഭരണത്തിലും വിശ്വാസം അർപ്പിച്ചു കഴിയുന്ന കോടിക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്ത ദീപാവലി നവരാത്രി സമ്മാനം കണ്ട് കണ്ണുതള്ളിയിരിക്കുകയാണ് പ്രതിപക്ഷം മുഴുവൻ. ഇന്ത്യയുടെ സമ്പത്ത് വിറ്റുതുലയ്ക്കുന്നു എന്നും ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ കൊടിയ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു എന്നുമൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് ആക്ഷേപിച്ച അതേ മോദി സർക്കാർ ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയും നടപ്പിലാക്കി കാണിക്കാൻ ധൈര്യപ്പെടാത്ത അത്രയും വലിയ മുന്നേറ്റമാണ് പുതിയ GST പരിഷ്കാരത്തിലൂടെ നടപ്പിലാക്കി കാണിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ മോദിയുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം അക്ഷരാർത്ഥത്തിൽ തീപ്പൊരിക്കാറ്റായി മാറിയെന്ന് പറയാതെ വയ്യ. ഇന്നു മുതൽ നടപ്പാവുന്ന GST നിരക്കിളവ് സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളോട് ഉറപ്പു പറഞ്ഞുകൊണ്ടാണ് തന്റെ വാക്കുകൾ ആരംഭിച്ചത്. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന മോദി GST സേവിങ്സ് ഉത്സവത്തിന് തുടക്കമായെന്നും പറഞ്ഞു. നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ GST പ്രാബല്യത്തിലാകും. ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നും പുതിയ GST ഘടന നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകുമെന്നും പറഞ്ഞ മോദി, നാളെ മുതൽ സാധനങ്ങളുടെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്ന സന്തോഷം ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തു. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മധ്യവർഗം, യുവാക്കൾ, കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും. ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും. നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകും. ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാവുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ GST പരിഷ്കാരം. നാഗരിക് ദേവോ ഭവ അഥവാ ജനങ്ങളാണ് ദൈവം എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി മോദി ഇന്നലെ പറയുക മാത്രമല്ല, തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. രാജ്യത്തിന് ആവശ്യമായത് രാജ്യത്തിന് തന്നെ നിർമ്മിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലതരം നികുതികൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നും നികുതി ഘടന ലഘൂകരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു എന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നും മോദി ഉറപ്പു നൽകി. ഇതോടെ ഇന്ത്യയിൽ 99% സാധനങ്ങളും 5% എന്ന നികുതിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഇന്ത്യയിൽ ഒട്ടാകെ 5%, 18% നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക എന്നത് ജനങ്ങളുടെ ജീവിത ചിലവ് കുറയ്ക്കുക വഴി ജീവിതത്തിന്റെ ഭംഗിയും മോടിയും കൂട്ടുക കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. സ്വദേശി മന്ത്രം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശക്തി നൽകി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, സ്വദേശി ഉപഭോഗം നമ്മുടെ അഭിവൃദ്ധിക്കായുള്ള മുന്നേറ്റത്തെയും ശക്തിപ്പെടുത്തുമെന്നും IT ഇളവ് പരിധി ഉയർത്തൽ, GST പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെ ജനങ്ങൾക്ക് 2.5 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകളായി ഒക്ട്രോയ്, പ്രവേശന നികുതി, വിൽപ്പന നികുതി, എക്സൈസ്, വാറ്റ്, സേവന നികുതി തുടങ്ങിയ വിവിധ നികുതികളുടെ വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളും നമ്മുടെ രാജ്യത്തെ വ്യാപാരികളും ഇതോടെ വലിയൊരു ഉണർവ് കൈവരിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ താരിഫ് ഉയർത്തലിൽ ഞെരിഞ്ഞ് പിടഞ്ഞ് ശ്വാസം മുട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെയാണ് ഒരൊറ്റ തീരുമാനം കൊണ്ട് ആശ്വാസത്തിലും വിശ്വാസത്തിലും ചേർത്ത് നിർത്താൻ മോദിക്ക് കഴിഞ്ഞത്.